എന്താ ഇതൊക്കെ? ഇവരൊക്കെ ആരാ? എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? ഇവരെ ആരൊക്കെയോ ചേർന്ന് കൊന്നിട്ട് പോയതാണെന്ന് തോന്നുന്നു. ആരായിരിക്കും ഇവരെ കൊന്നത്? ഇവർക്കൊക്കെ എന്താ സംഭവിച്ചേ? ശിവാനി ആണെങ്കിൽ ഈ വഴിയായിരിക്കും പോയത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ? എങ്ങോട്ടായിരിക്കും പോയത്? എങ്ങോട്ടായിരിക്കും പോയത്? ശിവാനി ഇനി അമ്പലത്തിലേക്ക് എങ്ങാനും പോയി കാണോ? ഇല്ല, അവൻ അമ്പലത്തിലേക്ക് പോകാൻ വഴിയില്ല. വീട്ടിലേക്കായിരിക്കും പോയിരിക്കുക. അവിടെ തന്നെ പോയി നോക്കാം. ശിവാനി, ശിവാനി, അയ്യോ, നീ ഇത് എവിടേക്കാണ് പോയത് ശിവാനി? വീട്ടിലേക്ക് പോകാൻ ഒരു സാധ്യതയില്ല. അമ്പലത്തിലേക്ക് തന്നെ ആയിരിക്കും പോയിരിക്കുക. സുബയ്യ, എല്ലാം അവസാനിച്ചോ? അവസാനിച്ചു. എല്ലാം എല്ലാം അവസാനിച്ചു മുതലാളി. അവള് ചത്തോ? അവളുടെ വയറ് കീറി നാഗമാണിക്യം പുറത്തെടുത്തോ? മുതലാളി, കഥ കഴിഞ്ഞെന്ന് പറഞ്ഞത് നാഗറാണിയുടേതല്ല. ഞാൻ വിളിച്ചു വരുത്തിയ ആ കൊലയാളികളുടെയും മുതലാളി കൊണ്ടുവന്ന പാമ്പാട്ടികളുടെയും എല്ലാവരുടെയും കഥ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. എന്തോ നീ പറയുന്നേ? നിങ്ങൾ പോയതിനു ശേഷം അവന്മാര് ഞാനാണ് പറഞ്ഞു വിട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കാണോ? അറിയില്ല മുതലാളി. നിങ്ങളെ ആരാണ് വിളിച്ചു വരുത്തിയത്, എന്തിനു വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. മുതലാളി, ഒരാഴ്ച മുഴുവൻ ഞാൻ പളനിയിൽ പോയി സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് വ്രതമിരിക്കാൻ പോവാം. ഇല്ലെങ്കിൽ ആ നാഗറാണി എന്നെ തേടി വന്ന് കൊന്നുകളയും മുതലാളി. എന്താ ഇങ്ങനെ സംഭവിച്ചത്? അവസാന നിമിഷം എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ. എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവൾക്ക് എന്റെ മേൽ സംശയം ഉണ്ടായി കാണോ? നാഗങ്ങൾക്ക് അതീന്ദ്രിയ ശക്തികൾ കൂടുതലാ. അങ്ങനെയുള്ളപ്പോ ഞാൻ തന്നെയാണ് അവളുടെ ശത്രു എന്ന് അവള് മനസ്സിലാക്കി കാണൂ. തൃശൂൽ, തൃശൂൽ, എന്തു പറ്റി മോളെ? അമ്പലത്തിലേക്ക് പോയിട്ട് പെട്ടെന്നെന്താ തിരിച്ചു വന്നത്? തൃശൂൽ എവിടെ? തൃശൂൽ, ഇവൾക്ക് ഇതുവരെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അങ്കിൾ, തൃശൂൽ എവിടെ? അല്ല മോളെ, ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയത്? എന്നിട്ട് നീ തൃശൂൽ എവിടെയെന്ന് എന്നോട് ചോദിച്ചാൽ എങ്ങനെ? എന്നുവെച്ചാ അവൻ വീട്ടിലെത്തിയില്ലല്ലേ? എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നീ വല്ലാതെ പാനിക്കാണല്ലോ. എന്താ മോളെ ശിവാനി, അമ്പലത്തിലേക്ക് പോയിട്ട് നീ മാത്രം തിരിച്ചു വന്നത്? എവിടെ തൃശൂൽ? അതമ്മ, തൃശൂൽ എന്തോ മറന്നു വെച്ചെന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നു. ഞാൻ അമ്പലത്തിൽ തന്നെ കാത്തിരുന്നു. ഇതുവരെ തിരിച്ചു വരാത്തോണ്ട് ഞാൻ അവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാ. രണ്ടാളും കൊള്ളാം. ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അത് എന്തായിരുന്നാലും നന്ദീഷിന്റെ കയ്യിലോ ഗോവിന്ദന്റെ കയ്യിലോ കൊടുത്തു വിടുവായിരുന്നില്ലേ ഞാൻ? കണ്ടോ, തൃശൂൽ ഇതുവരെ എത്തിയിട്ടുമില്ല. ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അമ്പലത്തിലുണ്ടായിരിക്കും. ആദ്യം അവനെ വിളിച്ചു വരുത്തണം. എന്തിന് വിളിച്ചു വരുത്തണം, അത്ര തന്നെ അങ്കിൾ. ഓക്കെ, ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. ഇതെന്താ ഇവൾ ഇങ്ങനെ പെരുമാറുന്നത്? മരിച്ചവരെങ്ങാനും എന്തെങ്കിലും സൂചന കൊടുത്ത് കാണോ? ഇത് നിനക്കുത്തരം ലഭിക്കേണ്ട സ്ഥലമാണ്. ഇത് നീ ഇരിക്കേണ്ട സ്ഥലമാണ്. നീ വരേണ്ട സ്ഥലവുമാണിത്. എന്നാൽ അതിപ്പോഴല്ല. പോകൂ, പോയി തേടൂ. എന്റെ ഹൃദയേശ്വരിയെ കണ്ടുപിടിക്കൂ. ഇല്ല സ്വാമിജി, ഞാൻ എവിടേക്കും പോകുന്നില്ല. അവള് വരാതെ ഞാൻ എവിടേക്കും പോകുന്നില്ല. അവള് തന്നെ പറഞ്ഞതാ ഇവിടേക്ക് വരാമെന്ന്. അവള് വരുന്നവരെ ഞാൻ കാത്തിരുന്നേ മതിയാവൂ.
ജയ് ഭോലെനാഥ്. എല്ലാ വിധി അവന്റെ കൈക്കുള്ളിൽ എല്ലാം പാവകളാണ്. പാവയുടെ പണിയോ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുക. കളിക്കുന്നത് പോലെ തലയാട്ടിക്കൊണ്ടിരിക്കുക. ജയ് ഭോലെനാഥ്. ഓം നമ ശിവായ. ഓം നമ ശിവായ. എന്റെ പുറകെ കൂടിയിരിക്കുന്ന ശത്രുക്കൾ ആരാണ്? എനിക്ക് നാഗമാണിക്യത്തിന്, എന്റെ വയറ്റിലുള്ള നാഗലോകത്തിന്റെ അവകാശിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദുഷ്ടന്മാരാരാണ്? നാഗസ്വാമിയോട് ഇതേക്കുറിച്ചെല്ലാം ചോദിക്കണം. എവിടെ അദ്ദേഹം? ഓം നമ ശിവായ. ഓം നമ ശിവായ. പ്രണാമം സ്വാമിജി. പറയൂ ശിവാനി, ഏത് നല്ല കാര്യവുമായിട്ടാണ് വന്നത്? ഇവിടുന്ന് വരാനാ നല്ല വാർത്ത. എനിക്ക് ഇത്രയും അനിഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോ എന്താണ് ഈ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ സ്വാമി? ആദിശേഷന് പൂർവ്വജന്മത്തെ പറ്റി ഓർമ്മയില്ല. ഞാൻ എന്തു തന്നെ പ്രയത്നം നടത്തിയാലും അവന് പൂർവ്വജന്മത്തിലെ ഒരു ഓർമ്മകളും വരുന്നില്ല. ഇതെല്ലാം ഒരു വശത്ത് ചിന്തിക്കുമ്പോ മറ്റൊരു വശത്ത് ശല്യം ചെയ്യുന്ന ശത്രുക്കളാണ്. ഇനിയും എത്ര നാളാണ് സ്വാമി ഇങ്ങനെയൊക്കെ? ഇതിനെല്ലാം ഒരു പരിഹാരം എന്നതൊന്നില്ലേ? ശത്രുക്കൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഉണ്ടാവുന്ന അപായങ്ങൾ ഏതു വശത്തൂടെയാ വരുന്നതെന്നും എനിക്കറിയില്ല. ഞാൻ നാഗമാണിക്യം വിഴുങ്ങിയത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും സ്വാമിജി? മറ്റാരൊക്കെയോ ആ കാര്യം പറഞ്ഞ് എന്നെ കൊന്ന് നാഗമാണിക്യം നേടാനുള്ള പ്രയത്നം നടത്തി. ആരാണ് സ്വാമിജി അവരെല്ലാം? ഇതിന്റെ പുറകിലുള്ളത് അന്ന് ഞാൻ ആ നാഗമാണിക്യം വിഴുങ്ങിയപ്പോ സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന ആ ദുഷ്ട മനുഷ്യനാണോ അത്? അതോ മറ്റാരെങ്കിലും ആണോ? ഓരോ ദിവസം കഴിയുന്തോറും ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ് സ്വാമിജി. ഒരു ദുഷ്ടക്കൂട്ടങ്ങൾ തന്നെ എന്നെ കൊല്ലാൻ, എന്റെ കുഞ്ഞിനെ കൊല്ലാൻ, നാഗമാണിക്യം നേടാൻ എന്റെ പിറകെ കൂടിയിരിക്കുക. അവരിൽ നിന്ന് എന്റെ കുഞ്ഞിനെയും നാഗമാണിക്യത്തിനെയും രക്ഷിക്കണം സ്വാമിജി. എന്റെ കുഞ്ഞിന്റെ പ്രാണന് ആര് സുരക്ഷ നൽകും? പറയൂ സ്വാമിജി. ആദ്യമൊക്കെ ആയിരുന്നുവെങ്കിൽ നാഗലോകത്ത് ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ശിവാനി. ചോദ്യമുണ്ടാവുന്നതിന് മുൻപ് തന്നെ ഉത്തരം ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നീ ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരവില്ല. എന്താണെന്നറിയാമോ? നാഗമാണിക്യം. നാഗമാണിക്യം ഈ ലോകത്തിന്റെ തേജസ്സാണ്, ഈ ലോകത്തിന്റെ ഓജസ്സാണ്, ഈ ലോകത്തിന്റെ സമ്പത്താണ്. അത് നാഗലോകത്തുണ്ടായിരുന്ന കാരണം കൊണ്ട് ഇവിടെയുള്ളവർക്കെല്ലാം അതീന്ദ്രിയ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാഗമാണിക്യം നിന്റെ അടുത്തുണ്ടായിട്ടും അതിന്റെ ശക്തി കൊണ്ട് നിനക്കാവട്ടെ നാഗലോകത്തിനാവട്ടെ ഒരു ഉപയോഗവും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എന്താണ് പ്രശ്നമെന്ന് പറയുന്നത് കഷ്ടം. ജയ് മഹാകാളി. ബാബ, അന്തിമ യുദ്ധത്തിന് തയ്യാറാവേണ്ടതാണ് ദിഗ്വിജയ. മറ്റൊരു വഴിയുമില്ല. വരാൻ പോകുന്ന അമാവാസിക്ക് മുൻപ് നിനക്ക് നാഗമാണിക്യം ലഭിക്കാതെ പോയാൽ പിന്നൊരിക്കലും നിനക്കത് ലഭിക്കില്ല. നാഗമാണിക്യത്തിന്റെ ശക്തി വെറും ഒരു ശക്തിയല്ല, ഒരുപാട് ശക്തികളുടെ ഉറവിടമാണത്. ഓരോ ദിവസം കഴിയും തോറും അതിന്റെ പ്രഭാവം കൊണ്ട് നിന്റെ മരുമകൾ ഉഗ്രരൂപിണിയായി മാറുകയാണ്. ഇപ്പോൾ അവൾക്ക് തന്റെ ശത്രു അടുത്തു തന്നെയുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവളുടെ കോപവും വൈരാഗ്യവും കൂടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മുൻപോട്ടുള്ള ചുവടുകൾ കഷ്ടമായിരിക്കും. ഇപ്പോൾ അവസാന പ്രയോഗം നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്രയും നാൾ ഞാൻ പറയുമായിരുന്നു നീ പോയി അത് ചെയ്യണമെന്ന്. ഇപ്പോൾ ഞാൻ തന്നെ പോയി നാഗറാണിയെ എതിരിടാൻ പോവുകയാണ്. അവളെ കൊല്ലേണ്ട സമയമായി. നാഗസ്വാമി, ഇപ്പോ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ആരാണ്? ഇതിനൊക്കെ മുക്തി നൽകേണ്ടതും ആരാണ്? പറയൂ.
നിന്റെ 2 ചോദ്യങ്ങൾക്കും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ശിവാനി. അത് നീ തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണ്. കാരണം നാഗമാണിക്യം നിന്നിലുണ്ട്. എല്ലാറ്റിൽ നിന്നും മുക്തി നേടേണ്ടതും നീ തന്നെയാണ്. എന്തെന്നാൽ നാഗമാണിക്യം നിന്നിലുണ്ട്. ശിവാനി, നീ നാഗമാണിക്യം വിഴുങ്ങി തെറ്റ് ചെയ്തു. നാഗമാണിക്യം നിന്നിലുള്ള കാരണം കൊണ്ട് മറ്റാരെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചാൽ അത് മറ്റു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലാതെ അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇവിടെ നീ ഒരു കുഞ്ഞിന്റെ അമ്മയായി കുഞ്ഞിനെ രക്ഷിക്കുക. കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടാവാത്തിടത്തോളം നിനക്കും ഒന്നും സംഭവിക്കുകയില്ല. ചിലരൊക്കെ നിന്നെ തേടി തേടി വന്നുകൊണ്ടേയിരിക്കും. അവർ നിന്നോട് ആക്രമണം എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ നീ അല്പമെങ്കിലും ശ്രദ്ധ തെറ്റിച്ചാൽ നിന്റെ മരണം ഉറപ്പാണ് ശിവാനി. നിന്നിൽ മരണത്തിന്റെ ഛായ കാണുന്നു ശിവാനി. ക്ഷുദ്രശക്തികൾ ഏറെയുള്ള ഒരുവൻ, ഒരു മഹാമാന്ത്രികൻ നിന്റെ മരണത്തിന് കാരണമായ. എങ്ങനെയാ ബാബ? എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ തന്നെ അവളെ വിളിച്ചുകൊണ്ടുവന്ന് എന്റെ മുന്നിൽ എത്തിച്ചു തരണം. അവളെ ഞാൻ എങ്ങനെയാ വിളിച്ചോണ്ട് വരിക ബാബ? നീ വീട്ടിൽ പോയി ഒരു കാരണവശാലും നിന്റെ മേൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ടുവരൂ. വിളിച്ചുകൊണ്ടുവരാം, പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അവന്റെ മന്ത്രതന്ത്ര വിദ്യകൾക്ക് മുൻപിൽ നിന്റെ ശക്തി ഒന്നുമല്ല. നീ അവന്റെ ബന്ധനത്തിൽ അകപ്പെട്ടാൽ നിന്നിൽ നിന്ന്, നാഗമാണിക്യത്തിൽ നിന്ന്, നാഗലോകത്തിൽ നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്വാമി, ഇതിന് പരിഹാരം അറിയില്ല ശിവാനി. മുന്നിൽ കാണുന്നത് അന്തിമ യുദ്ധം, ക്ഷുദ്രശക്തികൾക്കെതിരായിട്ടുള്ള നിന്റെ ഏകാംഗി യുദ്ധം. നിന്നെ രക്ഷിക്കാനായിട്ട് ആദിശേഷൻ വരില്ല. നാഗലോകത്തുള്ളവർ ആരും വരില്ല. ചില ക്ഷുദ്രശക്തികളുമായിട്ട് നീ മാത്രം പോരാടണം ശിവാനി. അവിടെ നിന്റെ വിജയം അസാധ്യമാണ്. അവിടെ നിന്റെ മരണം സംഭവിക്കുമെന്ന് ഇതാ എന്റെ കവടിയിൽ തെളിയുന്നു. വരൂ, എന്റെ അടുത്ത് വരൂ. നിനക്കൊരു മന്ത്രം ചൊല്ലിത്തരാം. അത് നിന്റെ ആപത്ഘട്ടത്തിൽ നിനക്ക് ഉപയോഗിക്കാം. സൂക്ഷിച്ചു. നാഗമാണിക്യം വിഴുങ്ങിയ തെറ്റിന് നീ ഈ മന്ത്രം തന്നെ മറന്നുപോയേക്കാം. സൂക്ഷിച്ചു. ഒരു തരത്തിലുള്ള മന്ത്രത്തിനും തന്ത്രത്തിനും നിന്നെ രക്ഷിക്കുവാനുള്ള കഴിവില്ല ശിവാനി. ഇതിൽ നിന്ന് രക്ഷിക്കുവാനുള്ള വഴി എനിക്കും അറിയില്ല. ബാബ, യാതൊരു കാരണവശാലും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ദിഗ്വിജയ, എന്റെ മേലും എന്റെ ശക്തിയുടെയും മേൽ നിനക്ക് സംശയമോ? എത്രയോ ഇച്ഛാധാരി നാഗങ്ങളുടെ ഗതി മാറ്റിയവനാണ് ഈ ഞാൻ. എത്രയെത്രയോ ഗതി കിട്ടാത്ത ആത്മാക്കൾക്ക് പോലും മരണം കൊടുത്തവനാണ് ഈ ഞാൻ. എന്റെ ശക്തികളെല്ലാം താണ്ടിയാൽ അവളുടെ ഗതി ഞാൻ മാറ്റിമറിക്കും. പക്ഷെ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ, അവൾക്കൊരു രീതിയിലും സംശയം തോന്നാൻ പാടുള്ളതല്ല. ഒരു ചെറിയ സംശയമെങ്കിലും വന്നാൽ നിനക്ക് പിന്നെ ജീവിതത്തിൽ ഒന്നും പ്രാപ്തമാക്കുവാൻ കഴിയില്ല. എനിക്ക് മരണം സംഭവിക്കുന്നോ? ആരിൽ നിന്നുണ്ടാവാൻ? ശിവാനി, നീ ഇതെന്താ മോളെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന? ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ്. നീയും തൃശ്ശൂരും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് നീയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നു, തൃശ്ശൂരാണെങ്കിൽ അവിടെ കുടുംബക്ഷേത്രത്തിലുണ്ട്. അതെന്താ മോളെ, അവൻ അവിടെയും നീ ഇവിടെയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? നീ വരാതെ
അവൻ പൂജ ചെയ്യില്ല. അച്ഛാ ശിവാനിയെ വിളിച്ചോണ്ട് വന്നും പറഞ്ഞ് അവനവിടെ വാശി പിടിച്ച് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ തൃശൂൽ ക്ഷേത്രത്തിൽ നീ വരാൻ വേണ്ടി കാത്തു നിൽക്കുക മോളെ. ഞാൻ ബാബയോട് ചോദിച്ചിരുന്നു. അവസാന പൂജയ്ക്ക് ഇന്നൊരു നല്ല മുഹൂർത്തം ഉണ്ടത്രേ. നല്ല മുഹൂർത്തം എന്നത് ശരി, അതെന്താ അവസാനത്തെ പൂജ എന്ന് വെച്ചാ? നമ്മുടെ വീട്ടിലുള്ളവര് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് നടത്താറുള്ളത് 2 പൂജകളാ. രാവിലെ ആദ്യത്തേതും വൈകിട്ട് അവസാനത്തേതും. അതുകൊണ്ടാ പറഞ്ഞത്. എന്നിട്ട് തൃശൂൽ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അങ്കിൾ. അയ്യോ, നീ അത് വിട്ടേക്ക് മോളെ. നീ പറഞ്ഞത് അവനെ കാണാഞ്ഞിട്ട് വന്നതാണെന്ന്. അവൻ പറയുന്നു കുടുംബക്ഷേത്രത്തിന് ചുറ്റും മരിച്ചു പെറുക്കി നോക്കിയിട്ട് നിന്നെ കാണുന്നില്ലാന്ന്. എന്താ മോളെ ഉണ്ടായേ? ശരി, ഞാനും ക്ഷേത്രത്തിലേക്ക് വരാം. നീ വാ. ഇപ്പൊ തന്നെ ലേറ്റായി. അവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിന്റെ ഇവിടെ കാത്തു നിൽക്കുക. അവനെ നിനക്കറിയാവുന്നതല്ലേ. വേഗം വാ മോളെ. അങ്കിൾ, അത് പൂജയ്ക്ക് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ താഴെ വീണുപോയി. ഞാൻ വീണ്ടും പോയി എടുത്തിട്ട് വരാം. ശരി മോളെ, എടുത്തോണ്ട് വാ. നമ്മള് പോകുന്നത് കുടുംബക്ഷേത്രത്തിലെ പൂജ ചെയ്യാനല്ലടി, നിന്റെ അവസാനത്തെ പൂജയ്ക്കാ. എന്ന് വെച്ചാൽ ബലി കൊടുക്കാൻ. നമ്മൾ പോകുന്ന വഴിക്ക് നിന്റെ കഥ കഴിക്കാനായി ബാബയുടെ രൂപത്തിൽ കാലനുണ്ട്. എന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് എനിക്ക് കുഴി തോണ്ടുകയാണല്ലേ? നശിച്ച നാഗവേ, ഇന്ന് നിന്റെ മരണം ഉറപ്പാണ്. ശിവാനി, ഇനി അങ്ങോട്ട് വണ്ടി പോകില്ല മോളെ. നടന്നു വേണം പോവാൻ. ഇറങ്ങി മോളെ. എന്തുകൊണ്ടായിരിക്കും ശാന്തമായിരുന്ന മനസ്സിലൊരു വെപ്രാളം? എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. എന്ത് പ്രശ്നം ഉണ്ടാവാനായിരിക്കും? ആരായിരിക്കും അതിന് കാരണം? ബാബ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനിവളെ കൊണ്ടുവന്നു. ഇനി എന്ത് സംഭവിക്കും? എന്താ മോളെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ബാ പോവാം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കും മോളെ. നടക്കുമ്പം ബോറടിക്കാതിരിക്കുമല്ലോ. എന്തു പറയാൻ അങ്കിൾ? ഒരു തടസ്സവും കൂടാതെ പൂജ നടന്നാ മതിയായിരുന്നു. അത് നടക്കും. ഇവിടെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അവസാനിച്ചാ മതിയായിരുന്നു. ഒരു തടസ്സവും കൂടാതെ എല്ലാം നന്നായിട്ട് നടക്കും. അമ്പലത്തിൽ പൂജയ്ക്ക് പോകുമ്പോ ആര് തടസ്സം വരാനാ? ബാബ, ജയ് മഹാകാളി. ബാബ, ഒരുപാട് ദിവസമല്ലോ അങ്ങേ കണ്ടിട്ട്. ഇതെന്താ പെട്ടെന്ന് ഈ വഴിക്ക്? അനുഗ്രഹിച്ചാലും ബാബ. വിജയ് ഭവ. ശിവാനി, ആശീർവാദം വാങ്ങിക്കും മോളെ. ഇദ്ദേഹം മഹാജ്ഞാനിയാ. ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടിയാ നല്ലതാ മോളെ. ദീർഘസുമംഗലിയായിരിക്കാനായി ആശീർവദിച്ചാലും ബാബ. ശീഘ്രം നരകം പ്രാപ്തമാകട്ടെ. ബാബ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ജയ് മഹാകാളി. ബാബ, അങ്ങ് എന്തായി കാണിച്ചത്? ഇവളെന്റെ മരുമകളാ. അയ്യോ ശിവാനി. ദിഗ്വിജയ, ഇതിനും നിനക്കും ഒരു ബന്ധവുമില്ല. നിനക്ക് നിന്റെ പ്രാണൻ വേണമെങ്കിൽ കടന്നുപോയിക്കോളൂ. എന്തിനാ ബാബ എന്റെ മരുമകളെ എങ്ങനെ ചെയ്യുന്നത്? ദേവി അവളെ വിട്ടേക്ക് ബാബ. മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? അവനെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്. വേണ്ട ഗുരുക്കളെ, വേണ്ട ഗുരുക്കളെ. അവൾ എന്റെ മരുമകളാ. അവളെ ഒന്നും ചെയ്യരുത്.